ദേവൂട്ടിയല്ലേ പൊലിയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോകില്ല. അപ്പോൾ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതുപോലെ ഗെയിമിംഗ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർക്കൊക്കെ ഈഗിൾ ഗെയിമിംഗ് ഒരു ഫെമിലിയർ ആയിട്ടുള്ള നെയിമായിരിക്കും. അത്യാവശ്യം വീഡിയോസും കണ്ടൻറ് ക്രിയേറ്ററാണ് പുള്ളിക്കാരൻ. അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്. ഞാൻ ഒരു ഫ്ലോയിലൊക്കെ പറഞ്ഞതാണ്. അപ്പം പുള്ളിക്കാരൻ റീസെൻ്റ് ആയിട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്ക് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു വർഷം, അതായത് ഞാൻ ചാനലൊക്കെ തുടങ്ങുന്ന മുമ്പേ, ഒരു വർഷം മുമ്പ് പുള്ളിക്കാരൻ ഈ ടെലിഗ്രാമിൽ ഈ AI യൂസ് ചെയ്തിട്ട് സ്ത്രീകളുടെ ആയാലും പുരുഷന്മാരുടെ ആയാലും ഈ AI യൂസ് ചെയ്തിട്ട് ന്യൂഡ് ഫോട്ടോസ്, സെക്ഷലായിട്ട് ഉള്ള വീഡിയോസ് അങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അതും സാധാരണ സെലിബ്രിറ്റി സ്റ്റാറ്റസ് അങ്ങനെ ഭയങ്കര ഹൈപ്പിൽ നിൽക്കുന്നവരല്ല, സാധാ ഫോട്ടോസ് കൊടുത്ത് ജനറേറ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ പുള്ളിക്കാരൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു വർഷമായി. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ആ സമയത്ത് എനിക്ക് ചാനലും കാര്യങ്ങളൊന്നുമില്ല, ചാനൽ തുടങ്ങാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എക്സ്പോസ് ചെയ്ത ശേഷം പല ഈ ഫേസ് ഇല്ലാത്ത കുറേ ഫേക്ക് ഐഡികളിൽ നിന്ന് കുറേ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം ടെലിഗ്രാമിൽ നിങ്ങൾക്ക് ഒരിക്കലും നമ്മുടെ ഐഡൻറ്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ പുള്ളിക്കാരെ ഇഗ്നോർ ചെയ്ത് വിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ടും പുള്ളിക്കാരൻ്റെ പോസ്റ്റിലും പുള്ളിക്കാരൻ്റെ അറിയാവുന്ന സ്ട്രീമേഴ്സിൻ്റെ പോസ്റ്റിൻ്റെ താഴെയും വന്ന് ഒരു പർട്ടിക്കുലർ അക്കൗണ്ടിൽ നിന്ന് കമൻ്റ് ഇടാൻ തുടങ്ങി. കമൻ്റ് ഇടുന്ന വേറൊന്നുമല്ല, ഈഗിളിൻ്റെ വൈഫും വേറൊരു സ്ട്രീമറുമായിട്ട് അവിഹിതമാണ് എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ കമൻ്റ് ഇടാൻ തുടങ്ങിയത്. അത് ഭയങ്കര എന്താ പറയുക, നേരിട്ട് കണ്ട പോലെയൊക്കെയാണ് പല കമൻറ്റുകളും ഇടുന്നത്. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ തുടക്കം ഈ ഒരു പ്രശ്നത്തിൻ്റെ. അപ്പോൾ പുള്ളിക്കാരൻ കണ്ടുപിടിച്ചു, അതായത് ഈഗിൾ ആരാണ് എന്ന് കണ്ടുപിടിച്ചു, ഈ കമൻ്റ് ഇടുന്ന ആരാണെന്ന് കണ്ടുപിടിച്ചു. അവൻ്റെ ഒരു വോയിസ് ക്ലിപ്പും വീഡിയോയും ഞാൻ ഇപ്പോൾ ഇവിടെ പ്ലേ ചെയ്യാം. അവനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം അവന് കിട്ടും. അവന് കിട്ടുമോ സംശയമാണ്. ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതായിക്കോളും ഞാൻ. ആ കുഞ്ഞ് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോകില്ല. ദേവൂട്ടിയല്ലേ പൊലിയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോകില്ല. അപ്പോൾ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. അപ്പോൾ അതിനങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ, അതിൻ്റെ കഴുത്തറുത്തിട്ട് ഞാൻ പോകും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. ഇത് എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും? ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കണം പൊലയടിയാണ് ഉണ്ടച്ചി. എല്ലായിടത്തിനും ഞാൻ വെച്ചേക്കില്ല. നിന്നെയൊന്നും പറഞ്ഞിട്ട് അറിയിക്കണ കാര്യമില്ല. നീ ഇരുന്ന് ആസ്വദിച്ചോ. കിട്ടേണ്ടത് എല്ലാവർക്കും. കേട്ടില്ലേ? ജനിച്ചിട്ട് ഒരു 10 മാസം 11 മാസം പ്രായമുള്ളൊരു കൊച്ചിനെ പറ്റിയാണ് അവൻ പറയുന്നത്. കൊച്ചിനെ പറ്റി ഈഗിളിൻ്റെ വൈഫിനെ പറ്റിയാണ് പറയുന്നത്. പുള്ളിക്കാരൻ്റെ ഫാമിലി മൊത്തത്തിലാണ് ഈ പറയുന്നത്. ഇവന് ഇത്രയും വെറുപ്പ് തോന്നിയിട്ട് ഇത്രയും വൃത്തികെട്ട രീതിയിൽ, ഇത്രയും തന്തയില്ലാത്ത രീതിയിൽ സംസാരിക്കാൻ തോന്നുന്നതെന്ന് പറഞ്ഞാൽ സീക്രട്ട് ഏജൻറ്റ് അറിയാലോ, ഈ വീഡിയോസൊക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഇതേപോലത്തെ ഒരു ചാനൽ, അത്യാവശ്യം നല്ല റീച്ച് ഉള്ള ചാനലാണ്. പുള്ളിക്കാരനാണെന്ന് തോന്നുന്നു ഈ കേരളത്തിൽ അങ്ങനത്തെ ഒരു ചാനൽ ആദ്യം കൊണ്ടുവന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് കറക്റ്റ് അറിയില്ല. അപ്പം പുള്ളിക്കാരൻ, ഞാൻ പറഞ്ഞില്ല, ആ ടെലിഗ്രാം കേസ് വന്ന സമയത്ത് ഈ കേസും എല്ലാം കൂടെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തായിരുന്നു. അതായത് ഇങ്ങനെ കമൻ്റ് ഇട്ടവനെ എക്സ്പോസ് ചെയ്തപ്പോൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തിട്ട് സീക്രട്ട് ഏജൻറ്റ് പറഞ്ഞു പുള്ളിക്കാരൻ മാനസിക രോഗിയാണ് എന്ന രീതിയിൽ സംസാരിച്ചു എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. അതായത് ഈ കമൻ്റ് ഇട്ട് ഇപ്പം ഈ വോയിസ് കേട്ടില്ല, അവൻ പറയുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഈഗിളിൻ്റെ ഫാമിലിയോടും ഇത്രയ്ക്കും ഒരു പേഴ്സണൽ ഗ്രഞ്ച് അല്ലെങ്കിൽ പേഴ്സണൽ ഒരു ശത്രുത തോന്നാൻ കാരണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈഗിളിൻ്റെ ഇതിൽ വന്നിട്ട് ഈഗിളിൻ്റെ വീട്ടുകാരെ വൃത്തികേടും പറഞ്ഞിട്ട് ഈഗിൾ എക്സ്പോസ് ചെയ്തു. അത് വേറെ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്തവൻ്റെ അടുത്താണ് ദേഷ്യം തോന്നേണ്ടത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, മാനസിക രോഗി എന്ന് വിളിച്ചത് സീക്രട്ട് ഏജൻ്റാണ്. സീക്രട്ട് ഏജൻ്റിൻ്റെ അടുത്താണ് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം തോന്നേണ്ടത്. ഇതിപ്പോൾ ഇതിൽ ഒരു ലോജിക്കില്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾ മനസ്സിലായില്ലേ? സീക്രട്ട് ഏജൻറ്റ് മാനസിക രോഗി എന്ന് വിളിച്ചു എന്നാണ് ഇവൻ അവകാശപ്പെടുന്നത്. പക്ഷേ ആ ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ പ്ലേ ചെയ്ത് തരാം. അതിൽ ആരാണ് മാനസിക രോഗി എന്ന് വിളിക്കുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക്. ഞാൻ എത്തിച്ചത് വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ എന്നെ വിളിച്ച് ഇത് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവന് മാനസിക അസുഖമാണ്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന്. അപ്പം ഞാൻ ചോദിച്ചത്, മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെയല്ല, ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അവൻ്റെ വട്ടുണ്ട്, അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിന് ട്രീറ്റ് ചെയ്യണതെന്ന്.
കേട്ടല്ലോ, അവരുടെ വീട്ടുകാർ തന്നെയാണ് അവനെ പറഞ്ഞത്. അവന് മെൻ്റലി അൺസ്റ്റേബിൾ ആണ്, ഇങ്ങനത്തെ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്ന് അവൻ്റെ വീട്ടുകാരാണ് പറഞ്ഞത്. എന്നിട്ട് ഈഗിൾ ചോദിച്ചതൊരു മെയിനായിട്ടുള്ള ചോദ്യമാണ്, ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും കാണിക്കൂ എന്ന് പറഞ്ഞു. കാരണം അങ്ങനെ ഉള്ള ഒരുത്തനാണെങ്കിൽ ശരി, എക്സ്പോസ് ചെയ്തിട്ട് കാര്യമില്ല. ശരി, നിങ്ങൾക്ക് ലോജിക്ക് മനസ്സിലായില്ലേ? എക്സ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? അങ്ങനെ ഉള്ള ഒരുത്തനെ എക്സ്പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ്? ഇപ്പം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണെങ്കിൽ ഓക്കെ, അങ്ങനെ ചോദിച്ചപ്പോൾ വീട്ടുകാർ പറഞ്ഞതാണ്, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്നും ചെയ്യുന്നില്ല, നമ്മൾ തന്നെയാണ് ചികിത്സിക്കുന്നതെന്ന്. നമ്മൾ തന്നെ ചികിത്സിക്കുക, അവരെന്താ ഡോക്ടറോ അത് സൈക്കാട്രിസ്റ്റ് ആണോ? അത് സൈക്കാട്രി പഠിച്ച ആരെങ്കിലും ആണോ? ഒന്നുമല്ല, ചുമ്മാ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകണം. എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ട്രിക്കാണ്. എന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇങ്ങനത്തെ ഒരു സാധനത്തിന് പിടിച്ച ഉടനെ പറയും. വീട്ടുകാരായാലും എൻ്റെ നാട്ടുകാരും പറയും അവന് ഇന്ന പ്രോബ്ലമാണ്, അവൻ മെൻ്റലി അൺസ്റ്റേബിളാണ്, അവന് മാനസികമാണ്, പറഞ്ഞങ്ങ് ഒഴിയും. ചുമ്മാ പറഞ്ഞ് ഒഴിഞ്ഞാൽ മതിയല്ലോ. അതിൽ വിത്ത് പ്രൂഫ്, സോളിഡ് പ്രൂഫ് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, ശരി, ഓക്കെ, അവൻ ഇങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ഒരാളാണ്, അവനെ ഇനി എക്സ്പോസ് ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല, ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോൾ ശരിയാവുമായിരിക്കും എന്നെങ്കിലും നമുക്ക് വിചാരിക്കാം. ഇത് ചോദിക്കുമ്പോൾ പറയുന്ന കേട്ടില്ലേ, നമ്മൾ തന്നെയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നതെന്ന്. ഇങ്ങനെയുള്ളവർ പാരൻസിന് വേണം ആദ്യം അടിക്കാൻ. ഇങ്ങനെയുള്ളവനെയൊക്കെ ഇവൻ്റെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂമിൽ കയറിയിരുന്ന് ചുമ്മാ ഒരു കമൻറ്റ് ഇട്ടാൽ ആരും അങ്ങ് പൊക്കത്തില്ല എന്നുള്ളതാണ് അവൻ്റെയൊക്കെ ഒരു 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 കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കാരണം ഇവിടുത്തെ സൈബർ പോലീസ് വെറും കോമഡിയാണ്. അതിലൊരു കേസ് രജിസ്റ്റർ ചെയ്താൽ ഒരു ഒരു എന്താ പറയുക, ഒരു ഫോളോ അപ്പ് അവർ ചെയ്യാറില്ല ശരിക്കും പറഞ്ഞാൽ. പണ്ട് ഈ നിങ്ങൾക്ക് ഹെല്ലോസ് പാർട്ടി അറിയാമല്ലോ, ഇപ്പോഴും വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് സജീവമായിട്ട് നിൽക്കുന്നവർ, അത്യാവശ്യം ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറാണ്. അപ്പം പുള്ളിക്കാരിയുടെ ഒരു കേസ് തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് പുള്ളിക്കാരി അതിൻ്റെ പിറകെ നടന്നിട്ടുണ്ട് ഒരു അപ്ഡേറ്റിന് വേണ്ടി. എൻ്റെ ഒരു ചേട്ടൻ്റെ ഒരു ഫോൺ സംബന്ധമായിട്ട് എന്തോ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പുള്ളിക്കാരൻ പറയുന്നതായിട്ട് അപ്ഡേറ്റിനൊക്കെ വിളിച്ച് അവർ ചോദിക്കുന്ന ഏത് കേസ്, എന്ത് കേസ്, ഇവിടെ രജിസ്റ്റർ ചെയ്തോ, എത്ര നാളായി രജിസ്റ്റർ ചെയ്തിട്ട്. അതായത് അവിടെ അങ്ങനത്തെ ഒരു കേസ് ചെന്നിട്ടില്ലാത്ത രീതിയിലാണ് അവർ ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അവസാനം ചേട്ടന് മടുപ്പായിട്ട് ആ കേസ് അങ്ങ് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ അവർ പണിയെടുത്താൽ അടിപൊളിയായിട്ട് പണിയെടുക്കും, അതില്ലെന്ന് പറയുന്നില്ല. പക്ഷേ എന്താ എന്തെങ്കിലും അതായത് വലിയ കൊല കൊമ്പന്മാർ, അതായത് വലിയ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഭയങ്കര പവറുള്ള ഭയങ്കര പൈസയുള്ള പൊളിറ്റീഷ്യൻസ് ആരെങ്കിലുമൊക്കെ ആണെങ്കിൽ അവർ അപ്പോഴും സംഭവം കണ്ടുപിടിച്ച് കൊടുക്കും. ഓക്കെ, പണി അറിഞ്ഞൂടാത്തതുകൊണ്ടല്ല, പണി ചെയ്യാത്തതാണ്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇവിടുത്തെ സൈബർ വിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്ന് പിടിക്കാൻ വേണ്ടി നിന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫോഴ്സ് തന്നെയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. ആ കേരള പോലീസിൻ്റെ ഒരു സൈഡ് വിങ് തന്നെയാണ് ഈ സൈബർ സെക്യൂരിറ്റിയുടെ കാര്യങ്ങളും എല്ലാവരും നോക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ചാൽ ഇതിനൊരു തടയിടാൻ പറ്റും. ടെലിഗ്രാമിനല്ല, ഇനി എന്ത് തേങ്ങയ്ക്കായാലും അവർക്കൊരു തടയിടാൻ പറ്റും. ഇങ്ങനെ ഇവിടുത്തെ ലോവും കാര്യങ്ങളും എല്ലാം കോമഡി ആയതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ബെറ്റിംഗ് ആപ്പുകൾ ഇവിടെ കുന്നുപോലെ വളരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഇതൊക്കെയാണ് കാരണം. ഇവിടുത്തെ ലോ കുറച്ചുകൂടെ സ്ട്രിക്റ്റായി ഇങ്ങനത്തെ കാര്യങ്ങൾ, അതായത് കാരണം നമ്മൾ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇൻ്റർനെറ്റിലും ഫോണിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിനനുസരിച്ചുള്ള ക്രൈം കൂടി വരുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള സൈബർ വിങ്ങും അതിനനുസരിച്ച് വളർന്ന് എന്തെങ്കിലും കേസ് വന്നാൽ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റ് കൊടുക്കണം. ഇതൊന്നും ചെയ്യത്തില്ല, ചുമ്മാ ഒരു കേസ് കൊടുക്കാം എന്നല്ലാതെ ഒരു കാര്യമില്ല. സീരിയസ്ലി, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫോണ് ഹാക്ക്ഡായി, എങ്ങനെയോ ഒരു ഹാക്ക്ഡായി. ഇത് പണ്ടത്തെ ഒരു കാര്യമാണ്, എനിക്കിപ്പോൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഓർമ്മ എന്നാണ്. പുള്ളിക്കാരി അവിടെ കൊണ്ടൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത്, എങ്ങനെ ഹാക്കായെന്ന് ഒരു പിടിയുമില്ല. അവിടെ ഉള്ളവർക്ക് അതൊരു തമാശയാണ്. അത് എൻ്റെ ഒരു ഗേളാണ് ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത്. കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ അപ്ഡേറ്റ് ഇപ്പോഴും കിട്ടിയിട്ടില്ലെന്നാണ് ഇന്നാൾ ഒരു 5-6 മാസം മുമ്പ് പുള്ളിക്കാരെ ഞാൻ കണ്ടപ്പോൾ ഇങ്ങനെ ചുമ്മാ സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്. എടാ, അതന്ന് രജിസ്റ്റർ ചെയ്തതല്ല, എന്നിട്ട് ഞാൻ ഫോണ് മാറ്റി, അല്ലാതെ വേറെ ഒന്നും ചെയ്യാമല്ലോ, കാരണം അവർക്കൊന്നും ചെയ്തു കൊടുക്കാനില്ല അതിൽ എന്നാണ് അവർ പറയുന്നത്. വേണമെന്ന് വെച്ചാൽ ഇതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ഹാക്കായത്, ആരാണ് ഹാക്ക് ചെയ്തത്, എല്ലാം അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ചെയ്യത്തില്ല. ജനിച്ചിട്ട് 10 മാസം പോലും പ്രായമാകാത്ത എൻ്റെ കുഞ്ഞിനും എൻ്റെ വൈഫിനും വന്നൊരു ത്രെഡ് മെസ്സേജാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇതുവരെ കേൾപ്പിച്ചത്. ഈ ഒരു മെസ്സേജിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു 3-4 മാസം മുമ്പ് ഞാൻ ടെലഗ്രാമിലെ ഈ ഡീപ്പ് AI ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ട്രീം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ തൊട്ട്, അതായത് നിങ്ങൾക്ക് ആരെയാണോ അങ്ങനെ കാണേണ്ടത്, നേക്കഡായിട്ട് കാണേണ്ടത്, അവരുടെ ഫോട്ടോസ് അവിടെ കൊണ്ടുവന്ന് അയച്ചു കൊടുത്താൽ അത് മാറ്റി പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സെക്ഷൽ പെർവേർട്ടുകളുടെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തതിന്റെ അന്ന് തൊട്ട്
എനിക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഞാൻ പകരം ഇത് എന്നെ കൊണ്ട് അറിയുന്ന എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഫോട്ടോസ് അതിലുള്ളത് ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഞാൻ സൈബറിലേക്ക് ഒരു പരാതിയും ഫോർവേഡ് ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പ് വരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടെലഗ്രാമിന് അതിന് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലല്ല നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ പറ്റുന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. സോ ഞാനിത് ആദ്യം വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല. ഞാനിത് കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു, നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള ഇതില്ല, കാരണം എല്ലാം ഫേക്ക് അക്കൗണ്ട്സാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മാറ്ററിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ ബുള്ളിങ് എനിക്ക് അന്ന് വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു 3-4 മാസം മുമ്പ് നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ് സെക്ഷനിലും എൻ്റെ വീഡിയോസിലും എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും എല്ലാത്തിലും പോയി കമന്റ്സ് ഇടാൻ തുടങ്ങുന്നു. അതായത് എൻ്റെ വൈഫിനും വേറൊരു റെപ്യൂട്ടഡ് സ്ട്രീമറിനും തമ്മിൽ അവിഹിതമുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടാനേ തുടങ്ങി. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യം ഞങ്ങളിത് ഓക്കെ ഇവൻ ഇന്ന് പറഞ്ഞ് അത് വിട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അവൻ്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി അങ്ങ് വിട്ട്. പിന്നെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്കും അവക്കും ഇത് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. സോ നമുക്ക് ഇവനെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ പ്രൊഫൈൽ വഴി ഇവന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് നമുക്ക് കോണ്ടാക്ട് കിട്ടി. ഈ കോണ്ടാക്ട് കിട്ടിയ കൂട്ടുകാരനും എൻ്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇത് ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് ഇവന്റെ സൈഡിൽ നിന്ന് ഇതുണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ കേസസ് ഇവന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അങ്ങനെ അവന്റെ അച്ഛൻ്റെ നമ്പർ നമുക്ക് തന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഞാൻ നോക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ ഇവന്റെ നമ്പർ നമുക്ക് കിട്ടി. ഇവന്റെ നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഇവനെ വിളിച്ചപ്പം ഇവൻ ആദ്യം കുറ്റം സമ്മതിക്കുക, ഇവൻ സമ്മതിക്കത്തില്ല, ഇവനാണ് ചെയ്തതെന്ന് ഇവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ലീഗലി മൂവ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ കുറ്റം സമ്മതിച്ച് അവൻ അന്നേരം എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അവൻ ആർക്കോ വേണ്ടി കുറ്റം സമ്മതിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ചാടിക്കേറി സംസാരിക്കുക, അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ആയിട്ട് ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ടൊരു പ്രൂഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കിന് ഇവൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ ഒരു അഹങ്കാരം സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടപ്പം നമ്മൾ ഇവന്റെ തനിക്കുടം എടുത്ത് റിവീൽ ചെയ്തപ്പം ഇവന്റെ ഫോട്ടോയും ഇവന്റെ ഐഡന്റിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തപ്പോഴത്തേക്കിന് ഇവന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവന്റെ നാട്ടിൽ വെച്ച് പറ്റുന്നില്ല. അങ്ങനെ ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഇവൻ നേരെ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്ത്. ട്രിവാൻഡ്രത്താണ് ഇപ്പൊ ഇവൻ കറന്റ്ലി ഉള്ളത്. ഇവന്റെ പേരിൽ ട്രിവാൻഡ്രത്തും കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇതായിരുന്നു ഈ ഒരു റിവെഞ്ച് സ്റ്റോറിയുടെ സ്റ്റാർട്ട്. അതായത് നമ്മൾ ഇവനൊരു പോക്രിത്തരം കാണിച്ചത് നമ്മൾ റിവീൽ ചെയ്തതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതായത് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന തെറ്റ്. അതിൽ ഞാൻ എന്താ ഇപ്പൊ ട്രിഗർ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോ ഞാനന്ന് പോസ്റ്റ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റ് അതിനെ എടുത്ത് വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ അവനെ മാനസിക രോഗി എന്ന് വിളിച്ചതാണ് അവന് ട്രിഗർ ആയത്. അതുകൊണ്ടാണ് അവനിപ്പോൾ അതിന്റെ റിവെഞ്ചാണ് എന്നോട് തീർക്കാനുള്ളത്, അതെന്റെ കുഞ്ഞിന്റെ വൈഫിന്റെ നേരെ കൊണ്ടുവരും എന്നാണ് അവൻ കോൺഫിഡന്റ് ആയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതായത് മാനസിക രോഗി എന്ന് വിളിച്ചതാണ് ഇത്രയും ട്രിഗർ ആവാൻ കാരണം. മനസ്സിലായില്ലേ? അതായത് അതും സീക്രട്ട് ഏജന്റാണ് വിളിച്ചത്. സീക്രട്ട് ഏജന്റ് നെഞ്ചത്തോട്ട് പോയി കയറുന്നതിന് പകരം ഇവന്റെ കുടുംബത്തോട്ടാണ് വരുന്നത്. അവൻ എന്ത് തരം മണ്ടനാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. എല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നുള്ള രീതിയിൽ തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അതല്ലാതെ അവന് വേറെ ഒരു പേഴ്സണൽ വെഞ്ചനൻസ് എന്നോട് വരാൻ വേണ്ടിയിട്ട് ഇതിന് ഫസ്റ്റ് ഇൻസിഡന്റിനും അതിന്റെ മുമ്പത്ത് ഒന്നും അവന് ഞാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതായിരുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ട്. സോ ഇപ്പം ഈ ഒരു സാധനം നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച് ഇവനാണ് എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വന്ന സമയത്ത് ഇവനെ നമ്മൾ വീഡിയോ കോൾ വരെ ഞാൻ ഇവനെ കൊണ്ട് കോൾ എടുപ്പിച്ച് ഇവന്റെ എല്ലാ പ്രൂഫും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ വെറുതെ ഗൈസ് കുറേ വട്ടം നമ്മൾ ഇങ്ങനത്തെ കുറേ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ ഒന്നും പറയാതെയും ഒന്നും ഇതാക്കാതെയും വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം അങ്ങനെ ആയിരിക്കത്തില്ലത്. ഈ വട്ടം ഞാൻ ഇൻക്ലൂഡിങ് ഒരു ബഞ്ച് ഓഫ് ഒരു ലിസ്റ്റ് ഓഫ് ടെലഗ്രാം ഗ്രൂപ്പ്സിന്റെ ലിങ്കും എല്ലാം ഓൾറെഡി ഞാൻ എല്ലാം ഫോർവേഡ് ചെയ്ത് എല്ലാം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഇത് വധഭീഷണി അടക്കം ഞാൻ എല്ലാത്തിനും ഇതിനൊരു കേസ് ഫയൽ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ വട്ടം ഞാൻ ഇതിനകത്ത് വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്, അവനോടൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു. ഉണ്ടല്ലോ, എന്ത് തെറ്റ് ചെയ്താലും അതിനടിയിൽ വന്നിട്ട് മറ്റേ സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ എണ്ണം കാണും. അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇപ്പം തെറ്റ് അവരുടെ ഭാഗത്താണെങ്കിൽ പോലും അവനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടം പോലെ ആൾക്കാർ കാണും. അത് എന്ത് തരം അതായത് ഈകള് പറഞ്ഞ പോലെ അവൻ ഒരു തവണത്തേക്ക് വിട്ടാൽ ഇത് തന്നെയാണ് പ്രശ്നം. ആദ്യം അവൻ വേണ്ടെന്ന് വെച്ചതാണ്.
ഇത് രണ്ടാമത് വന്ന് കയറിയതാണ്. എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. ഏതെങ്കിലും ഒരു മുക്കിലും മൂലയിരുന്ന് കമൻ്റ് ഇടുക, ഓരോ വൃത്തികേടുകളങ്ങ് എഴുതി വിടുക. ആരും നമ്മളെ പിടിക്കില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഈഗിൾ എന്ന് പറയുന്ന ഒരാൾ വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കമൻ്റ് ഇട്ട ഒരാളെ പൊക്കാൻ പറ്റുമെങ്കിൽ ഇവിടുത്തെ കേരള പോലീസ് വിചാരിച്ചാൽ ഒരു ഫേക്ക് ഐഡിയ പൊക്കാതിരിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഞാൻ ഇപ്പോൾ ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ വന്ന് ചുമ്മാ ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ട്, അതായത് വൾഗറായിട്ടുള്ള വൃത്തികെട്ട രീതിയിൽ വീട്ടുകാരൊക്കെ യൂസ് ചെയ്ത് കമൻ്റ് ഇട്ട എന്നെ വന്ന് പൊക്കാൻ കേരള പോലീസിന് പറ്റുമില്ലേ? നിങ്ങൾ തന്നെ പറയും. വേണമെന്ന് വെച്ചാൽ പൊക്കാവുന്നതേ ഉള്ളൂ. സാധാരണ ഒരാൾ വിചാരിച്ചാൽ പോലും അവൻ്റെ വീട്ടിലെ അഡ്രസ്സ് വരെ കിട്ടും. അങ്ങനത്തെ ഉള്ള നാടാണ് ഇപ്പോഴും. അങ്ങനത്തെ ഉള്ള ഒരു 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 ശൃംഖലയാണ് നമ്മളിപ്പോൾ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. പോലീസ് വിചാരിച്ചാൽ ഇങ്ങനെയുള്ളവന്മാരെ തടയിടാൻ പറ്റും. അത് കുറച്ചുകൂടെ ഒന്ന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഈ എന്താ പറയുക, വീഡിയോ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ വീഡിയോയിൽ പലതും നമുക്ക് കട്ട് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. അറിയാലോ, ഇത് അതായത് പബ്ലിക് കാണുന്ന ഒരു വീഡിയോ ആണ്. എനിക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അകത്തിരുന്ന് മൊത്തം ചീത്ത വിളിച്ച് അങ്ങ് സംസാരിക്കാൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ടല്ല, പക്ഷെ അങ്ങനത്തെ ഒരു ചാനലല്ല ഇത്. അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ വേർഡ്സ് കൺട്രോൾ ചെയ്യണം. ഇങ്ങനെയല്ല ഞാൻ സംസാരിക്കുന്നത്. ഇങ്ങനത്തെ വൃത്തികെട്ട കുറവന്മാരുണ്ട്. അവന്മാരാണ് എൻ്റെ കുരു പൊട്ടിക്കുന്നത് ചില സമയം. പറഞ്ഞു പോണതാണ്. ഓക്കെ. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ ഈ പ്രശ്നം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ട് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്തതുകൊണ്ടാണ്. അതും നല്ലൊരു ടെലിഗ്രാം ഗ്രൂപ്പൊന്നുമല്ല. ഡീപ്പ് AI യൂസ് ചെയ്ത് ആളുകൾ ഫോട്ടോ മോർഫ് ചെയ്ത് ന്യൂഡാക്കുക, സെക്ഷലി യൂസ് ചെയ്യുക, ആ രീതിയിലുള്ള ഒരു ടെലിഗ്രാം ഗ്രൂപ്പിനെ എക്സ്പോസ് ചെയ്തതിനാണ് ഇവൻ ഇത്രയും കലിപ്പ് ഈഗിളിൻ്റെ അടുത്ത്. അതുകൊണ്ടാണ് ഈഗിളിൻ്റെ വൈഫും വേറൊരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്ട്രീമറും തമ്മിൽ അവിഹിതമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വന്ന് ഇവൻ പല വീഡിയോസിൽ കമൻറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അതാ വല്ല എന്തെങ്കിലും നല്ല കാര്യത്തിനായിരുന്നെങ്കിലും. ഇപ്പം ഏതെങ്കിലും ഒരു നല്ലൊരു ഗ്രൂപ്പ് ഈഗിള് വന്ന് പൂട്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവ ഈ കമൻറ്റ് അങ്ങനെ വീട്ടുകാരെ പറഞ്ഞുകൊണ്ടല്ല, ഏതെങ്കിലും രീതിയിൽ ഈഗിളിനെ ഹരാസ് ചെയ്തോ, ഈഗിളിൻ്റെ ID മെൻഷൻ ചെയ്തിട്ട് ഈഗിളിനെ കുറേ ചീത്ത വിളിച്ചിരുന്നെങ്കിലും കേൾക്കാനെങ്കിലും ഒരു സുഖം ഉണ്ടായിരുന്നു. ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏതോ ഒരു വൃത്തികെട്ട ഒരു ടെലിഗ്രാം ഇത് ഗ്രൂപ്പ് എക്സ്പോസ് ചെയ്തതിന് വേണ്ടിയാണ് ഇവൻ ഇത്രയും കലിപ്പ്. ഇങ്ങനെയുള്ളവന്മാരൊക്കെ എന്ത് ചെയ്താൽ കൊള്ളാം? എന്നിട്ട് വീട്ടുകാരെ വിളിക്കുമ്പോൾ വീട്ടുകാർ പറയുന്നതെന്ന് പറഞ്ഞാൽ മാനസികമാണെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് പൂട്ടിയിടണം ഇങ്ങനത്തെ കുറേ ചെറ്റകളാണ്. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാണ്? നിങ്ങൾ തന്നെ പറ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചു, എന്ത് ചെയ്യാൻ പറ്റും? മാനസികമെന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ചോദിച്ചാൽ പറയും സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ സ്വന്തമായിട്ടാണ് ചികിത്സിക്കണമെന്ന്. സ്വന്തമായിട്ട് ചികിത്സിക്കുമ്പോൾ ഒരു ഡോക്ടറല്ലേ, നേഴ്സിന് പഠിച്ചില്ലേ, സൈക്യാട്രിസ്റ്റ് അല്ലേ? അവൻ്റെ തന്തയെന്ന് പറയുന്ന സൈക്യാട്രിസ്റ്റ്, അവൻ്റെ വീട്ടിലിരിക്കുന്ന ബാക്കിയുള്ളവർ നേഴ്സ്, ഡോക്ടേഴ്സ് എല്ലാവരും ഉണ്ട്. അത് അങ്ങനെ കുറയണം. എന്തെങ്കിലും വന്നാൽ ഉടനെ മാനസിക പ്രശ്നം, മെൻ്റൽ ഹെൽത്ത് മാറ്റേഴ്സ്. മെൻ്റൽ ഹെൽത്താണ് അവന് ആ പ്രശ്നമാണ് ഈ പ്രശ്നമാണ്. സർട്ടിഫിക്കറ്റ് വല്ലതും ചോദിച്ചാൽ നമുക്ക് കണക്കൊന്നുമില്ല, വായിൽ എഴുതി കൂട്ട്. ആ ടീംസാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്ത് ചെയ്യാമെന്ന് പറ. അത് ഇവിടുത്തെ സൈബർ വിങ്ങിൻ്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതിന് കോമഡി സാധനമാണ് അതിൻ്റെ കാര്യം.